ഇത്തവണ IPL ഏറ്റവും മണ്ടൻ തീരുമാനം എടുത്ത ഫ്രാഞ്ചൈസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KKR എന്ന് പറയേണ്ടി വരും. വേറെ ഒന്നുമല്ല. കഴിഞ്ഞ തവണ അവർക്ക് കപ്പ് നേടിക്കൊടുത്ത നായകൻ അവർ ഒഴിവാക്കിയിട്ടാണ് അവർ ഇത്തവണ വന്നിരുന്നത്. ശ്രേയസ് അയ്യറിനെ അവർ റിട്ടേൺ ചെയ്തില്ല, അവർ ഒഴിവാക്കിയതാണ്. പകരം അവർ എടുത്തത് വെങ്കടേശ്വര അയ്യർ പോലത്തുള്ള പ്ലെയറെ 23 കോടി കൊടുത്തിട്ടാണ് അവർ റിട്ടേൺ ചെയ്തിരുന്നത്. അയ്യർ ഒഴിവാക്കിയ KKR ഇന്ന് ശരിക്കും മനസ്സിലാക്കുന്നുണ്ടാവും അയ്യറിൻ്റെ വാല്യൂ എന്നാണ്, അയ്യർ ദ ഗ്രേറ്റ്. കാരണം വേറൊന്നുമില്ല, അയ്യറിനെ KKR ഒഴിവാക്കി നേരെ പോയത് അയ്യർ പഞ്ചാബിലേക്കാണ്. പഞ്ചാബിൻ്റെ പിരിസിൻ്റെ വിളിച്ചെടുത്തത് 26 കോടിക്കാണ്. അന്ന് അയ്യറിനെ വിളിച്ചെടുത്ത് ഏറ്റവും ഹയസ്റ്റ് എമൗണ്ടിലാണ്. അപ്പോൾ എല്ലാവരും നെറ്റിച്ചൊടിച്ചിരുന്നു ആ അയ്യറിന് ഇതിന് മാത്രം വാല്യൂ ഉണ്ടോ. ഇന്ന് കളി കണ്ടവരെല്ലാം ഞാനടക്കം ഉള്ള ആൾക്കാർ അയ്യറിൻ്റെ വാല്യൂ തിരിച്ചറിയുന്നു. പഞ്ചാബിനെ ഒറ്റയ്ക്ക് 14 വർഷത്തിന് ശേഷം പഞ്ചാബിനെ ഫൈനലിലേക്ക് നയിച്ചത് അയ്യറാണ്. കഴിഞ്ഞ കളിയിൽ മുംബൈക്ക് ബൈ ടിക്കറ്റ് കൊടുത്തത് അയ്യറാണ്. ലാസ്റ്റ് രണ്ട് ഓവറിൽ 27 റൺസ് കണ്ടപ്പോൾ അവസാനത്തെ ഓവർ അശ്വിനി കുമാറിൻ്റെ ഓവറിൽ 24 റണ്ണാണ്, 4 സിക്സ് കണ്ടിന്യൂസ് ആയി തൂക്കിയിട്ടാണ് അയ്യർ പഞ്ചാബിനെ ഫൈനലിൽ എത്തിച്ചത്. ഇത്രത്തോളം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ വേറെയില്ല. വിരാട് കോഹ്ലിക്ക് ശേഷം ഏറ്റവും മികച്ച ഇന്ത്യൻ പ്ലെയർ എന്ന് ഞാൻ പറയും. കാരണം ഇപ്പോൾ അയ്യർ കളിക്കുന്നത് അങ്ങനെയാണ്. വെറും 30ാമത്തെ വയസ്സാണ്, നമ്മൾ മനസ്സിലാക്കണം. അശ്വിനി കുമാറിന് 4 സിക്സ് തൂക്കിയിട്ടാണ് പഞ്ചാബിന് 14 വർഷത്തിന് ശേഷം കലാശക്കളിക്ക് യോഗ്യത നേടി. ഇന്നാണ് ഫൈനൽ. ഞാൻ ഒറ്റ കാര്യം പറയാം, പഞ്ചാബ് കപ്പ് തൂക്കന്നെ ചെയ്യും. അയ്യർ ദ ഗ്രേറ്റ്. ഓക്കെ. Let's get out there and back out.